മോർണിംഗ്. ഇന്ന് ചേട്ടനെ ഞാൻ ഭയങ്കര സഹകരണത്തിൽ പോയത് എന്താന്ന് മനസ്സിലായെന്ന് നമ്മുടെ റെസിഡൻസിന്റെ ഓണം സെലിബ്രേഷൻ ആട്ടോ. നമ്മുടെ വീടിന്റെ അടുത്തുള്ള കുറച്ച് വീടുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മുടെ റെസിഡൻസ് അസോസിയേഷനിൽ. അപ്പൊ എല്ലാവരും കൂടെ ചേർന്ന ഒരു കുഞ്ഞൊരു കൂട്ടായ്മ. അപ്പൊ അത് നമ്മളിപ്പോ ഇന്ന് ഓണം സെലിബ്രേഷൻ ഇന്ന് നടത്താൻ ഉദ്ദേശിച്ചേക്കാണ്. അപ്പൊ വലിയ കാര്യമായിട്ടുള്ള പരിപാടികളൊന്നുമില്ല, ഒരു ചെറിയൊരു സന്തോഷം എല്ലാവർക്കും. അപ്പൊ നമ്മളെല്ലാ ഫാമിലീസ് അപ്പൊ ഇന്ന് രാവിലെ തന്നെ പോണം. 9:30 ആകുമ്പോഴേക്കും കണ്ണനെ അച്ചു റെഡി ആയപ്പോ അവർ പോയി കഴിഞ്ഞപ്പോഴാട്ടോ ഞാൻ വേഗം റെഡി ആവണത്. അപ്പൊ എന്റെ ചേട്ടൻ അവര് രണ്ടുപേരെ തൊടിയിച്ച് ചന്ദനം ബാക്കി കൊണ്ടുവന്ന് എന്നെ തൊടിയിക്കുന്നതാണ് ഈ കാണുന്നത്. ക്യാമറ പിടിക്കണതിന് സത്യത്തിൽ പുള്ളി അറിഞ്ഞിരുന്നില്ല. അങ്ങനെ നമ്മൾ പോവാട്ടോ. അപ്പൊ നമ്മുടെ തൊട്ടടുത്ത് ആണ് സെലിബ്രേഷൻ നടക്കുന്നത്. നമ്മുടെ പ്രസിഡന്റിന്റെ വീട്ടിൽ തന്നെയായിരുന്നു ഓണം സെലിബ്രേഷൻ. പൂക്കളൊക്കെ ഇടല് കേട്ടോ. അപ്പൊ ഇപ്രാവശ്യം കുറച്ച് ആൾക്കാരുള്ളൂ, കാരണം കുറെ കല്യാണങ്ങളൊക്കെ ഉള്ള ദിവസമായ കാരണം കൊണ്ട് തന്നെ പലർക്കും വരാൻ പറ്റിയില്ല, ഒട്ടും പറ്റിയില്ല. അത് കാരണം നമ്മൾ കുറച്ച് പേരുണ്ടായുള്ളൂ. എന്നാലും നമ്മൾ ഉള്ളവരെല്ലാവരും കൂടെ ഓണപ്പൂക്കളൊക്കെ ഇട്ട് ചെറിയ ചെറിയ കലാപരിപാടികളും പിന്നെ ഓണത്തിനെ കുറിച്ചും പണ്ടത്തെ ഓണത്തിനെ കുറിച്ചും ഇപ്പോഴത്തെ ഓണത്തിനെ കുറിച്ചൊക്കെ ഒരു ചെറിയൊരു സംഭാഷണവും അതിനെക്കുറിച്ചൊരു എല്ലാവരും കൂടെ ചേർന്ന് കുറച്ച് നല്ല നിമിഷം അങ്ങനത്തെ കുറച്ച് കലാപരിപാടികളൊക്കെ നടത്തി നമ്മളിതേ കുറച്ച് സമ്മാനങ്ങളൊക്കെ മേടിച്ച് പൂക്കളൊക്കെ ഇട്ട് തിരിച്ചു വരാട്ടോ. അപ്പൊ നമ്മൾ പായസമൊക്കെ കുടിച്ചിട്ടാണ് തിരിച്ചു വന്നത്. അപ്പൊ അതിന്റെ ഒന്നും വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പൊ നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പൊ നിങ്ങളുടെ അവിടെ ഇതുപോലെ റെസിഡൻസ് ഉണ്ടോ എന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ ഇത്രയുള്ളൊക്കെ ബൈ, സീ യു.